പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, പിതാവായ ദൈവം തൻ്റെ മക്കളെക്കുറിച്ച് വളരെ വ്യക്തതയോടെ ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഏതൊരു മകനും മകൾക്കും തൻ്റെ മാതാപിതാക്കളോടുള്ള കടമ എന്താണെന്ന് പ്രഭാഷകൻ്റെ പുസ്തകത്തിലൂടെ കർത്താവ് നമ്മൾക്ക് വ്യക്തമാക്കി തരുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ്. മാതാപിതാക്കന്മാരോടുള്ള കടമകൾ. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എൻ്റെ വാക്ക് കേൾക്കുവിൻ. സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവിൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അപമാനിക്കരുത്. പിതാവിൻ്റെ അപമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാകരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീട്ടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽമഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞു പോകും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിൻ്റെ ശാപമേൽക്കും. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളോട് മക്കൾ കാണിക്കേണ്ട കടമകളെക്കുറിച്ച് സർവശക്തനായ ദൈവം തന്നെ നമ്മളോട് അരുളി ചെയ്തിരിക്കുന്ന വാക്കുകളാണ് നമ്മൾ ശ്രവിച്ചത്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് ദൈവം തന്നെ മനുഷ്യനായി പിറന്ന് ഈ ഭൂമിയിൽ വന്ന് തൻ്റെ മാതാപിതാക്കളോട് വിധേയപ്പെട്ട് ജീവിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിന് ഭൂമിയിലെ തൻ്റെ മാതാപിതാക്കളോട് വിധേയപ്പെട്ട് ജീവിക്കുവാൻ പറ്റുമെങ്കിൽ
നമ്മൾക്കും അതിന് സാധിക്കണം. കഴിഞ്ഞതിനെക്കുറിച്ച് ആകുലപ്പെടുന്നതിനല്ല, മുൻപോട്ടുള്ള ഓരോ ദിവസങ്ങളിലും മാതാപിതാക്കളോടുള്ള നമ്മുടെ കടമകൾ നിറവേറ്റുവാൻ സർവശക്തനായ ദൈവം, പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സഹായത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രായപൂർത്തിയായിരിക്കുന്ന മാതാപിതാക്കളോട് കാരുണ്യത്തോടെ നമുക്ക് വർത്തിക്കാം. നമ്മളുടെ തന്നെ അനുഗ്രഹത്തിന് അത് ഇടയാകും. ഈശോ നിങ്ങളെല്ലാവരെയും ഇന്നത്തെ ദിവസം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.